ഹാപ്പി ക്രിസ്മസ് എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. തമ്പുരാൻ എല്ലാവർക്കും നല്ലത് മാത്രം തരട്ടെ. അപ്പോൾ ഇന്ന് സുപ്പും അറിയാമോ ദേ തൊപ്പിയായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ തൊപ്പിയാണ് ഞാൻ ഇപ്രാവശ്യം അതിൻ്റോട്ട് എൻ്റെ മോൻ്റെ ഇത് കടം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ഓരോരുത്തർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തൊപ്പി. വേറെ വാങ്ങിച്ചിരുന്നു ഇപ്രാവശ്യം കേട്ടോ. ലൈറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എവിടെ ആണെന്ന് അവൻ്റെ കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് ഞാൻ കണ്ടു, ഒത്തിരി പേരുടെയൊക്കെ കണ്ടു നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സുപ്പ് വാടകയ്ക്ക് എടുത്ത തൊപ്പിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റത്തേക്ക് വാടകയ്ക്ക് എടുത്ത തൊപ്പിയാണ് ഇത് കേട്ടോ. ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് ഇൻട്രോ എടുത്തിട്ട് ഒന്ന് അങ്ങ് തന്നേക്കാം എൻ്റെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ച് വാങ്ങിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ വൈകിട്ടല്ലേ വരുന്നത്. അപ്പോൾ അടിച്ചൊക്കെ പൊളിക്കണം. വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ക്രിസ്മസ് ആണ്, അത് അടിച്ചു പൊളിക്കാതെ പിന്നെ എന്ത് ചെയ്യണം അല്ലേ? അടിച്ചു പൊളിക്കുക തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നത് ചട്ടിയും കാലമൊന്നും നിങ്ങൾ അടിച്ചു പൊട്ടിച്ചേക്കരുത്. അല്ലാതൊക്കെ കേട്ടോ മക്കളുമായിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാമല്ലോ, സിനിമ കാണാനോ ബന്ധുവീടുകളിലോ ഒക്കെ നമുക്ക് പോകാമല്ലോ. സുപ്പ് ഇന്നെങ്ങും പോകുന്നില്ല കേട്ടോ. ഇവിടെ തന്നെ ആരെങ്കിലുമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുകയാണ് ക്രിസ്മസിന് കേട്ടോ. അപ്പോഴേ കടന്നു വരട്ടെ, എല്ലാവരും കടന്നു വരട്ടെ നമ്മളെ കാണാനും. നമുക്ക് ഓരോരുത്തർ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് നമുക്ക് സന്തോഷമല്ലേ. അപ്പോഴിടയ്ക്ക് അടുക്കളയിലെ ജോലിക്ക് ഇടയ്ക്ക് ഞാൻ കുളിച്ചിട്ട് വന്നാണ് കേട്ടോ. കുളിച്ചിട്ട് വന്നാണ് നമ്മളിന്ന് ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോഴതാണ് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് സുപ്പ് കാണിച്ചു തരുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. കിടു റിസൾട്ടാണ്, കിടുക്കാച്ച റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഓടിപ്പോയി നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. എടുത്ത് വെച്ചിട്ടുണ്ട് സുപ്പ് കേട്ടോ. അത് കഴിഞ്ഞാണ് ഇൻട്രോ പിടിക്കാൻ വന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓരോ ദിവസത്തെ നമ്മുടെ ടിപ്പുകളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ടിപ്പുകളാണ് സുപ്പ് കൊണ്ടുവരുന്നത് കേട്ടോ. എന്നെപ്പോലെ തന്നെ നിങ്ങളും ഇതൊക്കെ ചെയ്ത് നോക്കണം. കള്ളം കളിച്ചൊന്നും ആരും ഇരിക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇനി ഒരു വർഷം കാത്തിരിക്കണം. അടുത്ത ക്രിസ്മസിനായിട്ട് നമുക്ക് അതുവരെ കാത്തിരിക്കാം കേട്ടോ അല്ലേ. ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം. തമ്പുരാൻ ആയുസ്സും ആരോഗ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമുക്കന്നേരേ നമ്മുടെ വീഡിയോ കാണാൻ പോകാം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന സുപ്പിനെ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് സുപ്പിനെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോകാം കേട്ടോ. ഇന്ന് നമുക്കേ അടിപൊളി കിടുക്കാച്ചി ഒരു പായ്ക്കുണ്ടാക്കി മുഖത്തിരണം. നമുക്ക് ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഐറ്റവും കൊണ്ടാണ് സുപ്പ് വന്നേക്കുന്നത് കേട്ടോ. ഇതിന് വേണ്ടത് 2 ഐറ്റങ്ങൾ മാത്രം. ഈ രഹസ്യം പുറത്ത് വിടരുത്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്നെ കാണുന്നവരും നിങ്ങളെ കാണുന്നവരും മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആർക്കും ഈ രഹസ്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്താൽ ഞാൻ കൂട്ടുകൂടത്തില്ല. അഥവാ പറഞ്ഞു കൊടുത്താൽ പറയണം സുപ്പിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. എന്നാൽ പിന്നെ ഇതുപോലുള്ള കിടുക്കാച്ചി ഐറ്റങ്ങൾ കിട്ടുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കാവോ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളെ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ കേട്ടോ. ചുമ്മാതെ എല്ലാവരും ചെയ്യട്ടെ. എല്ലാവരും സുന്ദരന്മാരും ആവട്ടെ. ഇപ്പം ഞാൻ വെളുത്തില്ലല്ലോ തുടുത്തില്ലല്ലോ ബാക്കിയുള്ളവരൊക്കെ വെളുക്കുകയും തുടുക്കുകയൊക്കെ ചെയ്യട്ടെന്നാണ് ഈ പാവ സുപ്പുവിൻ്റെ മനസ്സ് കേട്ടോ. പാവ സുപ്പു അല്ലേ. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നിങ്ങൾക്കറിയാമല്ലോ. സുപ്പ് എളുപ്പത്തിനുള്ള പരിപാടികളൊക്കെ അല്ലേ ചെയ്ത് കാണിക്കുന്നത് പാവ സുപ്പു. വേറെ ആര് ചെയ്ത് കാണിക്കും? വേറെ ചെയ്യുന്നവരെല്ലാം അടിപൊളി കിടുക്കാച്ചി ടിപ്പുകൾ അവർ ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ ഇച്ചിരി ഒരു പാട് കുറവ് ഈ സുപ്പിൻ്റെ ടിപ്പല്ലേ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോഴേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ സുപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ തിരികെ കൊണ്ടുവന്നേക്കും. ഇന്ന് നമുക്ക് സുപ്പുവിൻ്റെ വീട്ടിൽ തേങ്ങയൊക്കെ വാങ്ങിക്കുക. എന്നാലും സുപ്പു ഈ സൗന്ദര്യ കാര്യത്തിലൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠയാണ്. വില കൂടിയാലും നമ്മൾ ഇതൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്ന് നമുക്ക് തേങ്ങാപ്പാലും വേണം തൈരും വേണം കേട്ടോ. ഇത് 2 ഐറ്റങ്ങൾ മാത്രം കൊണ്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോഴൊന്ന് നേരിടട്ടെ, എന്നാലേ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം ഫ്രഷ് തേങ്ങ തിരികെ കൊണ്ടുവന്നേ കേട്ടോ. ഫ്രഷ് തേങ്ങ തിരികെ കൊണ്ടുവന്ന് വെള്ളം ഒന്നും ചേർക്കാതെ അതിൻ്റെ പാലാണ് നമുക്ക് എടുക്കേണ്ടത്. പശുവിനെ പോയി കറക്കൊന്നും വേണ്ട നിങ്ങൾ കേട്ടോ ഈ ഒരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ. അപ്പോഴതേ ഒന്ന് കശക്കണം. കശക്കിയാലേ ഇതിൻ്റെ
പാലങ്ങോട്ട് ഇറങ്ങി വരത്തുള്ളൂ. ദേ ഒരു തുള്ളി ആയാലും മതി കേട്ടോ, ഒരു തുള്ളി ആയാലും മതി. ഇവനെ വച്ച് നമ്മളൊന്ന് അങ്ങോട്ട് മുഖത്തോട്ട് ഇട്ടാലുണ്ടല്ലോ എന്താ സൗന്ദര്യമെന്ന് അറിയാവോ. അപ്പോഴത്തേ സൂപ്പ് എടുക്കാൻ പോവാം. പിരി അടിച്ച് പാടൊക്കെയാണ്. ഇതേ കണ്ടോ, നിങ്ങൾ കണ്ടോ തേങ്ങാപ്പാൽ വരുന്നു. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഒരു തുള്ളി മതി കേട്ടോ, ഒരു ഇച്ചിരിയൊക്കെ മതി, നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇത് തന്നെ ധാരാളം. ബാക്കി നമുക്ക് വൈകിട്ട്, ഇന്ന് നമ്മുടെ വീട്ടിൽ അപ്പമായിരുന്നു, നാളെ ഇനി അപ്പം ഉണ്ടാക്കി എന്നെ ഇവർ ഓടിച്ചിട്ട്. ഇന്ന് പായ്ക്കിടാൻ വന്നത് ബഹുമാനപ്പെട്ട തുമ്പി. ഇനി വാ തുമ്പി, ഞാൻ ഈ പായ്ക്കിടുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരും കേട്ടോ. മതി കേട്ടോ. ഇത് എടുത്ത് വെള്ളപാത്രം അല്ലേ, വെള്ളപാത്രമായിട്ട് നിങ്ങൾ കാണുന്നില്ല, എടുത്തിട്ടുണ്ട് സൂപ്പ്. വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ നന്നായിട്ട് കാശക്കിയാൽ നമുക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കൂടെ തന്നെ നമുക്ക് വേണ്ടത് അതും എല്ലാം വെള്ള. അതുകൊണ്ട് നമ്മുടെ ഈ ഇതിനകത്തേക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ തൈരിനകത്തോട്ട് തൈരും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൈരിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ കുറച്ച് മതി കേട്ടോ. ഞാനീ പറയുന്നത് ഒരുപാടൊന്നും വേണ്ട. ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് കിട്ടുമല്ലോ. ഒരു സ്പൂണിൽ കൂടുതൽ നമുക്ക് കിട്ടി കേട്ടോ. ഇത് മാത്രം മതി. ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നേ കേട്ടോ. അപ്പോൾ മുഖമൊക്കെ നല്ല ക്ലീൻ ആണല്ലോ, നല്ല തണുത്ത് കുതിർന്നൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അഴുക്കെല്ലാം പോയി ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ തേച്ച് കുളിക്കണം. ഇങ്ങോട്ട് മുകളിലോട്ട് നല്ല അവർ കാണത്തുള്ളൂ. പറഞ്ഞ കേൾക്കത്തില്ല, എന്തൊരു അനുസരണയാണെന്ന് അറിയത്തില്ല തുമ്പിപ്പെണ്ണിന്. പുറയിലുണ്ട് കേട്ടോ. അവളൊന്ന് പൊങ്ങിയായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇങ്ങനെ ഓരോ അതിഥികളാണ് നമ്മുടെ പാർലർ. അടുത്ത് നമ്മുടെ ചിത്രശലവും വന്നു. നിങ്ങൾ കണ്ടോ, ഞാൻ ചില ഷോട്ടൊക്കെ ചെയ്യുമ്പോൾ ആ ചിത്രശലവും എനിക്കറിയത്തില്ല ഇത് എവിടെ നിന്ന് വരുന്നതാണ് ചിത്രശലവും എപ്പോഴും. പക്ഷെ അത് നമുക്ക് ഫുൾ 1 മിനിറ്റല്ലേ നമുക്കത് ഇടാൻ നോക്കൂ. ഇവളിങ്ങനെ വന്നങ്ങ് കറക്കമാണ്. ഇപ്പം വന്നു ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോഴേ നമുക്കിത് അടിപൊളി കിടുക്കാച്ചി ഒരു സംഭവമാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു അടാർ ഐറ്റം തന്നെയാണ് ഈ തേങ്ങാപ്പാൽ തൈര് കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ ഇതിനകത്ത് ഇടണ്ട കേട്ടോ. അപ്പോഴും മുഖമൊക്കെ മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റിക്കണം. പിന്നെ സൂപ്പ് സിന്ദൂരം എടുത്ത് മാറ്റത്തില്ല, അവിടെ തന്നെ കിടക്കട്ടെ നമ്മുടെ സിന്ദൂരം കേട്ടോ. അതെപ്പോഴും അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോഴേ നമുക്ക് നമ്മുടെ ഈ സംഭവം ഈ രണ്ടും വെള്ളക്കുട്ടന്മാരാട്ടോ, സായിപ്പന്മാരാണ്. അപ്പോഴേ രണ്ടുപേരും കൂടെ എന്താ തണുപ്പ്. ഞാൻ തൈര് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. നമ്മുടെ മുഖത്തെ കരിവാളിപ്പും വെയിലത്തൊക്കെ പോയിട്ട് വന്ന് മയങ്ങി ഓരോന്ന് വരത്തില്ലേ, അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പത്തിനുള്ള ഒരു സംഭവമാണ് ഈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഫ്രഷ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾ അഥവാ രാവിലെയൊക്കെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഇച്ചിരി തേങ്ങ തിരികെ ആ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കൂ. തേങ്ങ തിരികെ വെച്ചാൽ ഒരു വല്ലാത്ത സ്മെല്ലെടുക്കും. അപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നത് ആണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോഴതങ്ങോട്ട് നിങ്ങൾ എടുത്തോളൂ. ഇങ്ങനെ അങ്ങോട്ട് പുരട്ടിക്കോളൂ കേട്ടോ. എന്നും നമുക്ക് ചെയ്യാൻ പറ്റിയ കിട് ഐറ്റങ്ങളാണ് ഇതൊക്കെ കേട്ടോ. സുപ്പ് കാണിച്ച് തരുന്നത്. അതുകൊണ്ട് ആരും അടിക്കണ്ട, സംശയമൊന്നും ഈ സുപ്പിനോട് ചോദിക്കേണ്ട. സംശയത്തിനുള്ള വകകളൊന്നുമില്ല. ഇത് നമുക്ക് ഏവർക്കും എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും നമുക്ക് ഈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തൈരും ഇത് മാത്രം മതിയല്ലോ. ഫേസ് സോഫ്റ്റ് ആവാനും ക്ലിയർ ആവാനും എന്താ പറയുന്നത്, എല്ലാത്തിനും നല്ലതാണ് നമുക്ക് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾക്കും നമുക്ക് അവരൊക്കെ വെയിലത്തൊക്കെ പോയി ഇനിയിപ്പം വെക്കേഷനല്ലേ, എല്ലാ മുറ്റത്തും അയ്യത്തും ഒക്കെ പോയി കളിക്കും. വല്ല പറങ്കാവിൻ്റെ ഞാനൊക്കെ വെക്കേഷൻ ആസ്വദിച്ചത് അങ്ങനെയൊക്കെ ആയിരുന്നു. പറങ്കാവിൻ്റെ മുകളിലും മാവിൻ്റെ മുകളിലും ഒക്കെ ആയിരുന്നു ഈ സുപ്പുനെ കണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഒരു മൊബൈലും കൊടുത്താൽ മതി, ഒരു TV യും കൊടുത്താൽ മതി. പിന്നെ ജഗപ്പുക എന്താന്ന് തന്നെ അവർക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. നമ്മളൊക്കെ വളർന്ന ആ ഒരു കാലഘട്ടം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കാലം ഒന്നും പറയണ്ട, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കാലമാണ് കേട്ടോ. പോകട്ടെ, ഇങ്ങനെ അങ്ങോട്ട് അല്ലേ.
അപ്പോഴതേ കഥയൊക്കെ പറഞ്ഞ് സുപ്പുയുടെ അവളെ പരിപാടികളെല്ലാം കഴിഞ്ഞു. മസാജ് ഒന്നും ചെയ്യേണ്ട, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളത് തുടച്ച് മാറ്റിക്കും കേട്ടോ. എൻ്റെ തേങ്ങ ഞാൻ കൊണ്ടുവയ്ക്കട്ടെ, കുറച്ചല്ലേ നമ്മൾ പിഴിഞ്ഞെടുത്തുള്ളൂ, ബാക്കി നമുക്ക് കൊണ്ടുവച്ചേക്കാം. ഫ്രീസറിനകത്ത് തന്നെ വെക്കണം, അല്ലാതെ വെച്ചാൽ ശരിയാവത്തില്ല. ഞാൻ എപ്പോഴും തേങ്ങ തിരികെ ഫ്രീസറിനകത്ത്, ഇത് ഫ്രഷ് ആട്ടോ, ഇപ്പം ഓടിപ്പോയി ഞാൻ തിരികെ കൊണ്ടുവന്നേ. അന്നേരം നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുടച്ച് മാറ്റാം. അപ്പോഴും നമുക്ക് കാണാം വ്യത്യാസം. ഈ സുപ്പുവിൻ്റെ രഹസ്യം ആർക്കും പറഞ്ഞു കൊടുക്കരുത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ പറയണം, സുപ്പുവിൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യേ. അപ്പോഴും സുപ്പുവിൻ്റെ ഇതേപോലുള്ള താന്ത്രിക വിദ്യകളുള്ള ഒരുപാട് കിടക്കാച്ച ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എനിക്ക് പറഞ്ഞു കൊടുത്തേ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. സുപ്പുവിന് കിട്ടിയ റിസൾട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. കള്ളന്മാരായിട്ടും കള്ളികളുമായിട്ടും ഒന്നും ഇരിക്കരുത്. നമ്മുടെ സ്റ്റാൻഡ് വന്നു കേട്ടോ മോനെ, ഫ്ലിപ്കാർട്ട് വന്നു. ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. ഈ കൊലത്തിൽ ഞാൻ ചെന്നാൽ ആ കൊച്ചു പേടിക്കും കേട്ടോ. പെട്ടെന്ന് കിട്ടി കേട്ടോ നമ്മുടെ സ്റ്റാൻഡ്. മെനഞ്ഞാന്നല്ലേ നമ്മൾ ഓർഡർ കൊടുത്തത്. പൊട്ടിച്ച് വെക്കാം കേട്ടോ. ഈ കാല് വയ്യാത്ത ഈ വികലാംഗനെ കൊണ്ട് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പോഴേ ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കട്ടെ. അപ്പോഴത്തേന് നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ 15 മിനിറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് സംസാരിക്കുന്നത് സുപ്പു ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് കാണിക്കാം കേട്ടോ. മോന് സമാധാനമില്ല, അവന് കണ്ടോളാൻ വയ്യ കേട്ടോ. അമ്മ അങ്ങ് തുറക്കില്ല, എല്ലാവരെയും കാണിക്കരുത്. ഇതാ കേട്ടോ നമ്മൾ വാങ്ങിച്ചത്, നല്ല സെറ്റാട്ടോ. എനിക്ക് ഇതിൻ്റെ വെള്ള കേട്ടോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കുഴപ്പമില്ലായിരുന്നു. അവന് നല്ല കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ പറ്റിയോ, എൻ്റെ ആ കാലിന് ഇങ്ങനെ നമ്മൾ വെക്കുന്ന ആ ഒരു ഇതേമാതിരി ഉള്ളത് ഒടിഞ്ഞു പോയി, ഇങ്ങനെ കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മൾ വാങ്ങിച്ചത്. ബ്ലൂടൂത്ത് നോക്കിയിട്ട് ഞാൻ ലൈറ്റൊന്നും ഓണാക്കത്തില്ല കേട്ടോ, അല്ലാതെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് തന്നെ സെയിം തന്നെ, രണ്ടും ഒരേപോലുള്ളതാണ്. വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. പിന്നെ സൂക്ഷിച്ച കള ഇത് എനിക്ക് എന്തോ പറ്റിയത് അവിടെ കൊണ്ടുവച്ചപ്പോൾ എങ്ങനെയോ ഒടിഞ്ഞു പോയത് അവൻ്റെ കാല് കേട്ടോ. അപ്പോഴിതാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ കേട്ടോ, സുപ്പുവിൻ്റെ. ഇഷ്ടപ്പെട്ടു. ഇത് മതിയല്ലോ, നമുക്ക് അത്യാവശ്യം ഇതൊക്കെ മതി. പിന്നെ വലുതുണ്ട് കേട്ടോ, വലുത് എനിക്ക് 2 എണ്ണം ഉണ്ട്. പെട്ടെന്ന് കിട്ടി കേട്ടോ. മെനഞ്ഞാന്നല്ലേ നമുക്ക് ഇത് ഒടിഞ്ഞു പോയി ഞാൻ ഓർഡർ ചെയ്തത്, പെട്ടെന്ന് കിട്ടി. അപ്പോഴിങ്ങനെ ഇവനിൽ അടച്ചു വെച്ചേക്കാം കേട്ടോ. കുഴപ്പമില്ല, അവനെ വെച്ച് ഞാൻ എടുക്കും, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയണേ. ഉണങ്ങട്ടെ കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മുഖത്തെ നമ്മൾ ഇട്ട സംഭവങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. എവിടെ പോയി? ഞാൻ കഴുകിയതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സ്കിന്നുമായിട്ട് അവനങ്ങ് കൂട്ടുകൂടി കേട്ടോ. കൂട്ടുകൂടുമ്പോൾ അന്നേരം തേങ്ങാപ്പാലിൻ്റെ ഒരു ഇതൊക്കെ വരത്തില്ലേ, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴത്തെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇത് വരും കണ്ടോ. ഞാൻ കഴുകിക്കൊണ്ട് വരാം കേട്ടോ. തേങ്ങാപ്പാൽ നമ്മുടെ ദേഹത്ത് പുരട്ടിയ എണ്ണമയോ ഞാൻ ഇനി തുടച്ചുകൊണ്ട് വരാം. ദേണ്ട ഉരുണ്ട് വരുന്ന തേങ്ങാപ്പാലിൻ്റെ കേട്ടോ. ഞാൻ തുടച്ചുകൊണ്ട് വരാം കേട്ടോ. അതേ നമ്മൾ കഴുകി തുടച്ചുകൊണ്ടൊക്കെ വന്നോ. നല്ല ഒരു എന്താ ഒരു പ്രത്യേകതരം ഒരു സുഖമാണ് കേട്ടോ ഇതിന്. ഈ ഒരു പായ്ക്കാണോ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ ആ എന്താ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ തന്നെ സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും പായ്ക്ക് ഇടുമ്പം തന്നെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവും കേട്ടോ. നിങ്ങളല്ലെങ്കിൽ ചെയ്ത് നോക്ക്. ഓരോ ദിവസം ഓരോ പായ്ക്ക് ഇടുമ്പോൾ നമ്മുടെ ആ പഴയ ആ ഒരു സ്കിന്ന് മാറി നല്ല സോഫ്റ്റായിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടും കേട്ടോ. അത് ചെയ്യുന്നവർക്കറിയാം, എന്നും പായ്ക്കൊക്കെ ഇടുന്നവർക്കറിയാം സ്കിൻ സോഫ്റ്റ് ആവുന്നോ ഇല്ലയോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഈ ഇവിടെയൊക്കെ ഒന്നും നമ്മളെ പിടിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കും കേട്ടോ. ഇത് നമുക്ക് സോഫ്റ്റ് ആവും, നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം സുപ്പുവിനോട് കേട്ടോ.
ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാണല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ല, ഇന്നിപ്പോൾ ക്രിസ്മസിന് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഒരുങ്ങി നിൽക്കാൻ. പക്ഷേ നിങ്ങളുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നാളെ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് അടിപൊളിക്കിടുക്കാച്ചി ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഈ ഉണക്ക സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിക്കിടുക്കാച്ചി ഒരു ഇതാണ് കേട്ടോ സുപ്പ് പറഞ്ഞു തന്നത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആവും. നമുക്ക് ഒരു എന്താ നമ്മൾ എണ്ണ തേച്ച് കുളിക്കത്തില്ലേ, എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തൊരു പ്രത്യേക ഒരു ഇതൊക്കെ കിട്ടത്തില്ല, അതുമാതിരിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എടാ നീ വളഞ്ഞാന്നാ നിൽക്കുന്നത്, ഓ അവൻ്റെ കാല് വല്ലാതിരിക്കുന്നു കേട്ടോ. ശരിയാക്കിക്കോളാം. അപ്പോൾ നമുക്ക് നാളെ മുതൽ മറ്റേതൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് സുപ്പുവിനെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ച് കാണും. വൈകിട്ടാവത്തില്ലേ നമ്മുടെ വീഡിയോ ഒക്കെ വരുമ്പോൾ. അടിച്ച് പൊളിക്ക്. ഒരു വർഷത്തിൽ ഒരു ദിവസം വരുന്ന ഒരു ക്രിസ്മസ് ഒക്കെയാണ്, അത് അടിച്ച് പൊളിക്കാതെ കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത ഒരു വർഷം നമുക്കിനി കാത്തിരിക്കാം നമ്മുടെ ക്രിസ്മസിനായിട്ടല്ലേ. നമുക്ക് കാത്തിരിക്കാം, ദൈവാപത്തും കാര്യങ്ങളും ഒന്നും തന്നില്ലെങ്കിൽ കേട്ടോ. നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ.